ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബൗണ്ടി മുട്ടായിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ബൗണ്ടി മുട്ടായി അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ബൗണ്ടി മുട്ടായി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ തേങ്ങ തിരുവിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണിത്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി ചൂടാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഒട്ടും തന്നെ കളറ് മാറരുത്, ഇതുപോലെ ആയാൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഗ്ലാസ്സിലാണ് പാൽ അളന്നെടുത്തത്. അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് പഞ്ചസാര അളന്നിട്ട് ഇട്ട് കൊടുക്കാം. ഈ പാലൊന്ന് തിളച്ച് വരുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1.5 ഗ്ലാസ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. തീ കൂട്ടി വയ്ക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറ്റിച്ചെടുക്കാനായിട്ട്. തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോകും. അങ്ങനെ വറ്റിച്ചെടുക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഈ തേങ്ങയിൽ പാല് നന്നായിട്ട് പിടിച്ച് വരണം. നന്നായിട്ട് ഇളക്കി ഒന്ന് കട്ടിയാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ ബൗണ്ടി മുട്ടായി എല്ലാം ഒരേ സൈസിൽ വരാനായിട്ട് ഞാൻ ഈ സ്പൂണിൽ ഇതൊന്ന് കോരി എടുത്തിട്ട് ഷേപ്പാക്കി എടുക്കുകയാണ്. അതിനുശേഷം കയ്യിൽ വെച്ച് മുട്ടായിയുടെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ ഷേപ്പാക്കിയെടുക്കാം. ഇനി ഇത് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കിയെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ചോക്ലേറ്റിൻ്റെ ഒരു കട്ട മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഡ്രൈ ആയിട്ടുള്ള, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രത്തിൽ വേണം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ഈ ചോക്ലേറ്റ് വെച്ച് കൊടുക്കണം. ഈ മുകളിലത്തെ പാത്രം ഒരിക്കലും തട്ടി നിൽക്കരുത്. മുകളിലത്തെ പാത്രം വലിയ പാത്രം വേണം എടുക്കാനായിട്ട്. ഈ വെള്ളത്തിലെ ചൂട് കൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളും. കുറച്ച് സമയം വെച്ചിരുന്നാൽ മതി, ഇത് മെൽറ്റായിട്ട് വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കട്ട ഒന്നുമില്ലാതെ തന്നെ മെൽറ്റാക്കി എടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി, ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഇനി അതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബൗണ്ടി നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് ഇനി ഈ ചോക്ലേറ്റിലൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫോർക്ക് വെച്ച് ഇതെടുത്തിട്ട് അതിന് താഴേക്ക് ഒലിച്ച് വരുന്ന ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റണം. ഫോർക്കിനടിയിലുള്ള ചോക്ലേറ്റ് ഇതുപോലെ മാറ്റാം. അതിനുശേഷം ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം കത്തി വെച്ചിട്ട് ഇതുപോലൊന്ന്
ചെയ്ത് കൊടുക്കാം. മുഴുവനും ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. ഒരു 5 മിനിറ്റ് സമയം പോലും വേണ്ട സെറ്റായിട്ട് വരാനായിട്ട്. ബട്ടർ പേപ്പറിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനും പറ്റും. നമ്മുടെ കടയിൽ നിന്നും വാങ്ങുന്ന ബൗണ്ടി മുട്ടായിയുടെ അതേപോലെ തന്നെ ബൗണ്ടി മുട്ടായി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.